എടുത്തോളൂ. കുട്ടികരന്ന് പാല് കുടിക്കാനാ. അപ്പൊ പാല് കൊടുത്താ കരച്ചിട്ട് നിർത്തും. പാല് കൊടുത്താ കരച്ചിൽ. അല്ലെങ്കിൽ അമ്മ എങ്ങനെ എടുത്തോണ്ട് നടന്നാ മതി. അമ്മ എടുത്തോണ്ട് നടന്ന പ്രശ്നമില്ല. ഇനി നിലത്ത് വെച്ചാല് കുട്ടി കരയൂല്ലേ? കിടത്താൻ പോകുന്നു അറിഞ്ഞാൽ കരയാൻ തുടങ്ങി. സൂപ്പറായിണ്ട്. ഇനി പാല് കൊടുക്കും. അമ്മയ്ക്ക് എപ്പോഴും എടുക്കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കുറച്ച് പാൽ കൊടുത്താ നന്നായിണ്ട് കേട്ടാ. സൂപ്പർ സംഭവം. ഇത് ഒരു ഈ കരയുന്ന ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ചിപ്പ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം. എന്നിട്ട് ഇത് സ്പീക്കറിലേക്ക് കൊടുക്കുന്നതിന് പകരം ഈ ആംപ്ലിഫയറിലേക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് കൊടുക്കുകയാണ്. അതായത് ഈ സൗണ്ടായിട്ട് വരുന്നതിന് പകരം ആ സൗണ്ടിനെ വേവ്സ് ആക്കി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആക്കി മാറ്റുക. ആ വേവ്സ് ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ട് അത് കൂടുതൽ ശബ്ദത്തിൽ കേൾക്കാൻ സാധിക്കും. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ എസ് സുപ്രസാദ ചന്ദ്രൻ പിള്ള. 2008 മെയ് മാസം മുതൽ 2011 ജൂൺ 30 വരെ
മഞ്ചേരി NSS ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായിരുന്നു. ഞാനിപ്പോൾ താമസിക്കുന്നത് അരുവിടായി ആണ്. അരുവിടായ ശിവക്ഷേത്രത്തിന് സമീപം. എൻ്റെ ജന്മദേശം അടൂരാണ്. അവിടെ നിന്നും വിദ്യാഭ്യാസം കഴിഞ്ഞ് 1974 മുതൽ ഞാൻ മലപ്പുറം ജില്ലയിലാണ്. 1974 B.Ed കഴിഞ്ഞ് മലപ്പുറം ജില്ലയിൽ എത്തുകയും 1974 മുതൽ 74 ഒക്ടോബർ 11 കുറ്റിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ആണ് എൻ്റെ അധ്യാപന ജീവിതം ആരംഭിക്കുന്നത്. താൽക്കാലിക നിയമനമായിരുന്നു. മാർച്ചിൽ പിരിച്ചുവിടുകയും അടുത്ത വർഷം വീണ്ടും മറ്റൊരു സ്കൂളിൽ ഗവൺമെൻറ് ഹൈസ്കൂൾ പാങ്ങിൽ നിയമനം ലഭിക്കുകയും ചെയ്തു. തുടർന്ന് 2 വർഷം എയ്ഡഡ് മേഖലയിൽ സേവനം ചെയ്തു. 1978 ഓഗസ്റ്റിലാണ് എനിക്ക് PSC നിയമനം ലഭിക്കുന്നത്. അത് ചെട്ടിയാൻകിണർ ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു. 1979 ജൂൺ 19 മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ എത്തുന്നത്. മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളാണ് എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറിയ ഭാഗവും ചെലവഴിച്ചിരുന്നത്. 2004 ഞാൻ ഹെഡ് മാസ്റ്ററായി പ്രൊമോഷൻ ലഭിച്ചത്. അതിനുശേഷം അവിടെ തന്നെ ഹെഡ് മാസ്റ്ററായിട്ട് തുടർന്നു. പിന്നീട് മലപ്പുറം TTIയിൽ ഹെഡ് മാസ്റ്ററായി സേവനമനുഷ്ഠിക്കുകയും 2008 അവിടെ നിന്നും റിട്ടയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു 27 വർഷം മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. 1980 ബോയ്സ് ഹൈസ്കൂളിലായിരിക്കുമ്പോൾ അധ്യാപികയായിരുന്ന PS ശ്യാമളാദേവിയെ വിവാഹം കഴിച്ച് മഞ്ചേരിയിൽ സ്ഥിരതാമസമാക്കി. മാർച്ചിൽ മലപ്പുറം TTIയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ സ്വപ്നമായിരുന്ന പല പ്രവർത്തനങ്ങളും നടത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പിരിഞ്ഞത്. എങ്കിലും മഞ്ചേരി NSS ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായിട്ട് ചേരണം എന്ന താലൂക്ക് യൂണിയൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് ഞാൻ അതിന് സമ്മതിക്കുകയും അങ്ങനെ 2008 മെയ് മാസം മുതൽ ഞാൻ അവിടെ പ്രിൻസിപ്പലായി നിയമിക്കപ്പെട്ടു. 2003 അധ്യാപകനായിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അവാർഡ് നൽകി ആദരിച്ചു. സാധാരണ ഹെഡ് മാസ്റ്റർമാർക്കാണ് ഈ ഹയർ സെക്കൻഡറി സെക്കൻഡറി അധ്യാപകർക്കുള്ള അവാർഡ് നൽകുന്നതെങ്കിലും എനിക്ക് അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ ഈ അംഗീകാരം ലഭിക്കുകയും അതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാവുകയും ചെയ്തിട്ടുണ്ട്.
എൻ്റെ പ്രവർത്തന മേഖല, അതായത് സാമൂഹികവും സാംസ്കാരികവുമായ നാടിൻ്റെ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് ഞാൻ അവലംബിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അധ്യാപനം തന്നെ ഒരു കലയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ അതിനുതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്നിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടപ്പോൾ എൻ്റെ ആ സാമൂഹ്യ പ്രതിബദ്ധത ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കൂടാതെ എനിക്ക് മറ്റു ചില അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഫോറം ഓഫ് ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ആയിട്ട് ഭാരത് എക്സലൻസ് അവാർഡും, മറ്റൊന്ന് റൈസിംഗ് പേഴ്സണാലിറ്റീസ് ഓഫ് ഇന്ത്യ അവാർഡും എനിക്ക് അതിനു മുമ്പ്, സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡിന് മുമ്പ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാടറിയുന്നു എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. ഞാൻ NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായി പ്രവർത്തനം ആരംഭിച്ചു. ഈ പ്രിൻസിപ്പൽ എന്ന ആ ജോലിക്ക് പുറമെ ക്ലാസ്സുകൾ എടുക്കുന്നതിനും ഞാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി പഠിപ്പിക്കാൻ ഇടവന്നു. പിന്നീടുള്ള വർഷങ്ങളിലും 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി കൈകാര്യം ചെയ്യുകയും, കൂടാതെ ഹയർ സെക്കൻഡറിയിലും അധ്യാപകർ ഇല്ലാത്ത ഗ്യാപ്പ് വരുമ്പോൾ രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള സമയത്ത് കെമിസ്ട്രി പഠിപ്പിക്കുകയും അതുപോലെ അവർക്ക് പ്രാക്ടിക്കൽ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളുമൊക്കെ ഒരുക്കി നൽകുകയുണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗവൺമെൻറ് സർവീസിലായിരിക്കുമ്പോൾ പ്രധാനമായും ഫിസിക്സാണ് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് കെമിസ്ട്രി പഠിപ്പിക്കേണ്ടി വന്നപ്പോൾ എനിക്ക് നല്ല പ്രിപ്പറേഷൻ ആവശ്യമായിരുന്നു. ആ പ്രിപ്പറേഷൻ ആവശ്യമായി വരിക എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള അവസരം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്ക് NSS സ്കൂളുമായിട്ടുള്ള ബന്ധം ഈ പ്രിൻസിപ്പൽ ആകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ 2 കുട്ടികളും അവിടെ പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ എന്നതിനുപരി ഒരു രക്ഷിതാവായിട്ടാണ് ഞാൻ NSS സ്കൂളുമായിട്ട് ബന്ധപ്പെടുന്നത്. എനിക്ക് മക്കൾ 2 പേരാണ്. മകൻ S. ശ്യാമപ്രസാദ്, മകൾ S. ദിവ്യപ്രസാദ്. മകൻ 1990-ലും മകൾ 1992-ലും 5ാം ക്ലാസ്സിൽ ആണ് NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേരുന്നത്. 4ാം ക്ലാസ് വരെയും അവർ മലയാളം മീഡിയത്തിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ NSS സ്കൂളിലായപ്പോൾ എനിക്ക് സ്കൂളുമായിട്ട് പല വിധത്തിലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരം കൈവന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് NSS സ്കൂൾ വളർന്നുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലാണത്. കലാപരമായ മത്സരങ്ങൾക്ക് അന്ന് അക്കാലത്ത് ഊന്നൽ നൽകിയിരുന്നെങ്കിലും ശാസ്ത്ര പ്രദർശന രംഗത്ത് അധികം പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ
ശാസ്ത്രമേളയിൽ പങ്കെടുപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഈ വർഷങ്ങളായിട്ട് സ്കൂളിന് അഫിലിയേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു 6 വർഷത്തെ അഫിലിയേഷൻ ഫീസ് അടച്ചുകൊണ്ട് സ്കൂളിനെ അഫിലിയേറ്റ് ചെയ്യുകയും എൻ്റെ മകനെ മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. ആ വർഷത്തിൽ അക്കാലത്ത് ഈ മത്സരം ഇന്നത്തെ പോലെ ആയിരുന്നില്ല. സ്റ്റിൽ മോഡൽ, ഇംപ്രവൈസേഷൻ, റിസർച്ച് ടൈപ്പ് ഓഫ് പ്രോജക്റ്റ്, ഇങ്ങനെ 3 ഇനങ്ങളിലാണ് മത്സരം നടത്തിയിരുന്നത്. അത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അവൻ ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുമായിട്ടുള്ള മത്സരത്തിലാണ് പങ്കെടുത്തത്. അങ്ങനെ അവിടെ നിന്നും ഒരു സ്റ്റിൽ മോഡലിന് 2ാം സ്ഥാനം ലഭിക്കുകയും ആ ഇനം കൂടാതെ മറ്റ് 2 മത്സര ഇനങ്ങളിൽ കൂടി അവൻ തന്നെ പങ്കെടുത്തത് കൊണ്ട് സ്കൂളിന് ഓവറോളിൽ 3ാം സ്ഥാനവും പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന ആ ശാസ്ത്രമേളയിൽ ലഭിക്കുകയുണ്ടായി. അടുത്ത വർഷം എൻ്റെ മകളും ആ സ്കൂളിൽ തന്നെ ആയിരുന്നതുകൊണ്ട് മകനും മകളും 2 പേരും 3 ഇനങ്ങളിലുള്ള മത്സരങ്ങളിലും ചുങ്കത്തറ വെച്ച് നടന്ന ശാസ്ത്രമേളയിൽ പങ്കെടുക്കുകയുണ്ടായി. ഒരു 1ാം സ്ഥാനവും ഒരു 2ാം സ്ഥാനവും ഒരു 3ാം സ്ഥാനവും ആ വർഷം ലഭിക്കുകയും സ്കൂളിന് ഓവറോളിൽ 2ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു. അടുത്ത വർഷം, അതായത് 1993 നടന്ന, അത് മഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിൽ വെച്ചാണ് ആ ശാസ്ത്രമേള. ഇത് മഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന ശാസ്ത്രമേളയിൽ പങ്കെടുത്ത് മലപ്പുറം ജില്ലയിൽ സ്കൂളിന് 1ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ആ 1ാം സ്ഥാനം നേടുക എന്നുള്ളത് എൻ്റെ കൂടി ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഓവറോൾ 1ാം സ്ഥാനം നേടുന്ന സ്കൂളിന് നൽകുന്ന ട്രോഫി എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള, അതായത് KR സുധേശൻ നായർ എവർ റോളിംഗ് ട്രോഫി, അത് ഞാൻ തന്നെ ഏർപ്പെടുത്തിയതുമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. ഏതായാലും ആ ട്രോഫി കരസ്ഥമാക്കണമെന്നുള്ള ആഗ്രഹം സാധിക്കുകയും ചെയ്തു. പിന്നീടുള്ള വർഷങ്ങളിൽ സ്കൂളിൽ തന്നെ NSS സ്കൂളിൽ തന്നെ ശാസ്ത്രമേളകൾ നടത്തുകയും അങ്ങനെ കുട്ടികൾ ആ രംഗത്തേക്ക് വരികയും തുടർന്നുള്ള വർഷങ്ങളിൽ മറ്റു കുട്ടികളും ശാസ്ത്ര മേളകളിലേക്ക് പങ്കെടുക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചു വരികയും ആ ഒരു സാഹചര്യം തുടർന്നുള്ള വർഷങ്ങളിലും നിലനിർത്തുകയും ചെയ്തു. അങ്ങനെ ആ സ്കൂളിൽ ഒരു തുടക്കം കുറിക്കുന്നതിന് സാധിച്ചു എന്നുള്ള ഒരു സന്തോഷവും എനിക്കുണ്ട്. 1996 മകൻ, 98 മകളും NSS സ്കൂളിൽ നിന്നും SSLC കഴിഞ്ഞ് പോവുകയും ചെയ്തു. അന്ന് ഹയർ സെക്കൻഡറി ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മകൻ ബാംഗ്ലൂരിൽ കുടുംബസമേതം താമസിച്ചുകൊണ്ട് ആമസോണിൽ ജോലി ചെയ്യും. മകൾ ഇപ്പോൾ ലണ്ടനിലാണ്. മകൻ MTech കഴിഞ്ഞു, മകള് BTech കഴിഞ്ഞു. കഴിയുന്നതിന് മുൻപ് തന്നെ ഇൻഫോസിസിൽ ജോലി ലഭിച്ചു. അങ്ങനെ ബാംഗ്ലൂരിൽ ജോലി ചെയ്തു വരവേ ആണ് മകൾക്ക് വിവാഹം നടക്കുന്നത്. ആ മരുമകൻ ലണ്ടനിലായതുകൊണ്ട് പിന്നീട് മകൾ ലണ്ടനിലേക്ക് പോവുകയും അങ്ങനെ ഇപ്പോൾ ലണ്ടനിൽ ജോലി ചെയ്ത് അവിടെ സ്ഥിരതാമസം ആക്കിയിരിക്കുകയുമാണ്. മകൻ NSS സ്കൂളിൽ നിന്നും
10ാം ക്ലാസ് പാസ്സാകുന്നത് വളരെ ഉയർന്ന നിലയിൽ സ്കൂളിലെ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ 5ാം സ്ഥാനവും മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ഉയർന്ന മാർക്കോടെയാണ് പാസ്സായിട്ടുള്ളത്. മകന് ഒരു കുട്ടിയും മകൾക്ക് 2 ആൺകുട്ടികളുമാണ് ഉള്ളത്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷമായിട്ട് ബാംഗ്ലൂരിലും ലണ്ടനിലുമായിട്ട് കഴിയുന്നു. എൻ്റെ പത്നി PS ശ്യാമളാദേവി എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അവരും അധ്യാപികയും പിന്നീട് പ്രമോഷൻ ലഭിച്ച് ഹെഡ്മിസ്ട്രസ്സായി ജോലി ചെയ്തിട്ടുണ്ട്. ശ്യാമളയുടെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ മഞ്ചേരി ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു. 2004 ആണ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് വരികയും അവിടെ അധ്യാപികയായിരിക്കുമ്പോൾ പ്രമോഷൻ ലഭിച്ച് 2007 കൊണ്ടോട്ടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായും ഹെഡ് മിസ്ട്രസ്സായിട്ടും പോയി. അടുത്ത വർഷം തന്നെ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ ഹെഡ് മിസ്ട്രസ്സായി ജോലി ചെയ്യുകയും 2009 സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അരികിലായി സ്ഥിര താമസമാണ്. ഞാൻ NSS സ്കൂളിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന LKG മുതൽ +2 വരെയുള്ള കുട്ടികളെല്ലാം ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസവും നേടി നല്ല നിലയിലുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോരുത്തരെയും പ്രത്യേകം ആയി പറയാൻ കഴിയില്ല. എങ്കിലും ഇടയ്ക്കൊക്കെ പല കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും കാണുന്നത് കൊണ്ട് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുകയും അതിൽ നിന്ന് മറ്റു കുട്ടികളെക്കുറിച്ചും അറിയുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഏതായാലും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം ഇന്ന് ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ജോലി ചെയ്യുകയും ജീവിച്ചു വരികയും ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന കുട്ടികളാണെങ്കിലും അവരൊക്കെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത്, സത്യം വദ ധർമ്മം ചര. സത്യം പറയുകയും അത് ആചരിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നാം കേൾക്കുന്ന, അതായത് മാണ്ഡൂക്യോപനിഷത്തിൽ പറയുന്ന ഒരു ശ്ലോകത്തിൻ്റെ ഒരു ഭാഗമാണ് സത്യമേവ ജയതി. അതായത് സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. ഈ സത്യമായിട്ടുള്ളത് എന്താണ്? അത് ശാസ്ത്രമാണ്. അതായത് ശാസ്ത്രം സത്യമാണ്, സത്യം അനശ്വരവുമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം സത്യം പറയുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യണം. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഈ ജീവിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുകയാണ്. ഈ ആനന്ദം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും അത് അനുഭവിക്കാൻ കഴിയണം. അല്ലെങ്കിൽ നാം നമ്മുടെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ദുഃഖവും ദോഷവും ഉണ്ടാകുന്നതായിരിക്കരുത്. ആ കാര്യത്തിൽ നാം പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ഒരിക്കലും ആനന്ദം കണ്ടെത്താൻ
പാടില്ല എന്നുള്ളതാണ് എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത്. അതേസമയം ഒരു കാര്യം കൂടി ഈ കുട്ടികളോട്, അത് എൻ്റെ കുട്ടികളാണെങ്കിലും മറ്റുള്ള കുട്ടികളാണെങ്കിലും മറ്റ് കാലഘട്ടത്തിലുള്ള ആണെങ്കിലും നമ്മുടെ ഈ മാതൃഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ്. ഈ മാതൃഭാഷ നമുക്ക് തെറ്റുകൂടാതെ പറയാനും അത് എഴുതാനും കഴിയണം. ഞാനിത് പ്രത്യേകം എടുത്തു പറയുന്നത്, ഈ പ്രത്യേകിച്ച് ഇന്ന് മാധ്യമരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ പറയുന്ന മലയാള ഭാഷ കേട്ടാൽ വളരെയധികം സങ്കടം തോന്നുന്ന ഒരു സ്ഥിതിയിലാണ് ഈ മാതൃഭാഷയെ തന്നെ പലരും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ എല്ലാവരും ചെലുത്തണം എന്നും പ്രത്യേകം ഞാൻ പറയുകയാണ്. ഞാൻ മഞ്ചേരി NSS ഹൈസ്കൂളിൽ എത്തുമ്പോൾ സ്കൂള് അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങളിലും കുട്ടികളുടെ നിലവാരത്തിലും ഒക്കെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു കാലഘട്ടം തന്നെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ ആ നിലവാരം നിലനിർത്തിക്കൊണ്ട് പോകുവാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഏതായാലും ആ കാലഘട്ടത്തിൽ എൻ്റെ പ്രവർത്തനങ്ങൾ മറക്കാനാവാത്ത പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒന്ന് രണ്ട് കാര്യം ഞാനിവിടെ പറയുകയാണ്. ഈ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ ഞാൻ വരുന്ന സമയത്ത് കുട്ടികളുടെ എണ്ണം വളരെ കുറവായിട്ട്, അവിടെ സയൻസ് ബാച്ചാണ് ഉണ്ടായിരുന്നത്. അതിന് കുട്ടികളുടെ എണ്ണം ഈ കുറവായി വരുമ്പോൾ നമ്മളൊരു 50 കുട്ടികളുള്ള ബാച്ചാണ് അവിടെ നിലനിർത്തുവാൻ സാധിക്കുന്നത്. പക്ഷേ ഞാൻ വരുന്ന വർഷം 24 കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചില രക്ഷിതാക്കളുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ച്, അതുപോലെ പലരുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവിടെ തന്നെ ഈ കോച്ചിങ്ങിനുള്ള സൗകര്യം കൂടി കുട്ടികൾക്ക്, അതായത് മത്സര പരീക്ഷകളിൽ എൻട്രൻസ് പരീക്ഷകളിൽ പങ്കെടുത്ത് ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ തന്നെ ഈ 2009 +1 ചേർന്ന കുട്ടികൾക്ക് ആ കോച്ചിങ് സൗകര്യം കൂടി ഈ സ്കൂളിൽ വെച്ച് തന്നെ നൽകാനുള്ള സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ആരംഭിച്ചത്. ഇതിനുള്ള പെർമിഷന് വേണ്ടി ഞാൻ NSS ഹെഡ് ഓഫീസിലേക്ക് അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 50 കുട്ടികളെ ആ വർഷം നമുക്ക് ലഭിക്കുകയും കോച്ചിങ് ക്ലാസ്സുകൾ രാവിലെ 9:30 മുമ്പ് 8 മണി മുതൽ 9:30 വരെ നടത്തുകയും ചെയ്തിരുന്നു. പരാതിയായിട്ട് അയക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെഡ് ഓഫീസിൽ നിന്ന് എന്നെ വിളിപ്പിക്കുകയും ഈ പ്രവർത്തനം നിർത്തണം എന്നും ആണ് ആവശ്യപ്പെട്ടത്. ഈ കാര്യങ്ങളൊക്കെ അന്നത്തെ താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റായിരുന്ന ശ്രീ ബാബു രാജേന്ദ്ര പ്രസാദ് അവരുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ശ്രമഫലം അതുപോലെ മറ്റ് രക്ഷിതാക്കളുടെയും ഒക്കെ താല്പര്യമനുസരിച്ച് ഞാൻ ഹെഡ് ഓഫീസിൽ ചെന്നിട്ട് ഈ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുകയും ആ വർഷം അത് തുടരാനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു. എന്നാൽ അടുത്ത വർഷം അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയപ്പോൾ കുട്ടികളുടെ എണ്ണം വീണ്ടും കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി ആ ഒരു പരിശ്രമവും അത് പിന്നീട്
അത് തുടരാൻ കഴിയാതെ വന്ന ആ ഒരു സാഹചര്യം എന്നെ വളരെ ഒരു ചലനം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. മറ്റൊന്ന്, ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം, അതുപോലെ റിപ്പബ്ലിക് ദിനാഘോഷം, ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിന് LKG മുതലുള്ള കുട്ടികൾ വളരെ ഉത്സുകരായിട്ട് വരികയും അവർക്കൊക്കെ അന്നേ ദിവസം പാൽപ്പായസം തന്നെ തയ്യാറാക്കി കൊടുക്കുന്നതിനും അവരെ മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനും ഒക്കെ സാധിച്ച അത്തരത്തിലുള്ള ആ സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ ഇന്നും ഓർമ്മയായി നിൽക്കുകയാണ്. പിന്നെ എനിക്ക് അവിടെ പറയാനുള്ളത്, ആ സ്കൂളിൻ്റെ ഏറ്റവും മുകളിൽ, അതായത് 4ാം നിലയുടെയും മുകളിലായിട്ട് റോഡ് സൈഡ് പോകുന്ന ആ സ്ഥലത്ത് കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരാല് വളർന്ന് വലുതായിക്കൊണ്ടേയിരുന്നു. അത് ഞാൻ തന്നെ ഒരു ദിവസം കയറി അത് പിഴുത് വെട്ടുമാറ്റി അത് കെട്ടിടത്തിൽ നിന്നും മാറ്റുകയുണ്ടായി. ആ ഒരു സംഭവം ചില രക്ഷിതാക്കൾ കാണുകയും അത് ഞാൻ തന്നെ ചെയ്യണമോ എന്നുള്ള ഒരു ചോദ്യമാണ് അവരിൽ നിന്നും ഉയർന്നത്. മറ്റ് ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചുകൂടെ? എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെയ്യാനാകുന്ന ഏത് കാര്യങ്ങളും അത് സ്കൂളിലാണ്, ബോയ്സ് ഹൈസ്കൂളിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ ആ സ്കൂള് എന്ന് പറയുന്നത് എൻ്റെ കെട്ടിടമാണ്, അല്ലെ എൻ്റെ സ്ഥാപനമാണ് എന്നുള്ള ആ ഒരു ചിന്താഗതി മനസ്സിലുണ്ടാകുമ്പോൾ എന്ത് കാര്യവും അവിടെ ചെയ്യുന്നതിന് എനിക്ക് സന്മനസ്സാണ് ഉണ്ടായിരുന്നത്. എനിക്കതിന് വളരെ ഇഷ്ടപ്പെട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തിരുന്നത്. പിന്നെ അവിടുത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ പുസ്തകങ്ങളൊക്കെ സൂക്ഷിക്കുന്ന, അതായത് പുതിയ ബുക്കുകൾ സൂക്ഷിക്കുന്ന ഒരു ഇടുങ്ങിയ മുറി ഉണ്ടായിരുന്നു ആ ഓഡിറ്റോറിയത്തിൻ്റെ ഇപ്പുറത്തായിട്ട്. അവിടെ ഈ പുസ്തകങ്ങൾ കുറേ സൂക്ഷിച്ചിരുന്നു. മഴക്കാലം വന്നപ്പോൾ ഈ വെള്ളം മുകളിൽ നിന്നും പോകാതെ അതവിടെ തടഞ്ഞു നിന്ന്, ഞാനൊരു ദിവസം രാവിലെ അവിടെ കയറുമ്പോൾ വെള്ളം മുകളിൽ നിന്നിങ്ങനെ ഒലിച്ചിറങ്ങി ഈ പുസ്തകങ്ങളൊക്കെ നനഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതങ്ങനെ മുൻ വർഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. അത് ഞാൻ അതിൻ്റെ കാരണം അന്വേഷിച്ച് മുകളിൽ കയറി നോക്കിയപ്പോൾ ഈ വെള്ളം ഒഴുകാതെ അവിടെ കെട്ടിക്കിടക്കുകയാണ്. ഉടനെ തന്നെ അത് ശരിയാക്കി ആ വെള്ളമൊക്കെ ഒഴുക്കിക്കളകി. എങ്കിലും ആ ബുക്കുകൾ കുറേ നനഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറയാവുന്ന സ്ഥിതിയിലേക്ക് എത്തി. അതും എനിക്ക് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവം കൂടി ആണ്. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ പ്രത്യേകം പറയാനാണെങ്കിൽ ധാരാളമുണ്ടെങ്കിലും എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്ന ചില കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഗവൺമെൻറ് സ്കൂളുകളുടെയും എയ്ഡഡ് സ്കൂളുകളുടെയും ഒക്കെ സ്ഥിതി പഴയതിൽ നിന്നും ഇന്ന് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ക്ലാസ്സിലെ സൗകര്യങ്ങളുടെ, ക്ലാസ് മുറികളുടെ സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കുട്ടികളുടെ നിലവാരത്തിലാണെങ്കിലും പുരോഗതി പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ സർക്കാർ എയ്ഡഡ് മേഖലകളിലും ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനുകൾ ആരംഭിക്കുകയും ചെയ്തപ്പോൾ ആ ഇംഗ്ലീഷ് മീഡിയം പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ ഒരു ഭാഗം അവിടേക്കും പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ ഈ ഗവൺമെൻറ് സ്കൂളുകളുടെ വളരെ മെച്ചപ്പെട്ട ആ സ്ഥിതിയിൽ നിന്നും കുറെ കൂടി NSS സ്കൂളിലും മെച്ചപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇവിടേക്കും കൂടുതൽ കുട്ടികളെ ഇനിയും ആകർഷിക്കുവാനും സ്കൂള് മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുവാനും സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പഴയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളും പുതിയ തലമുറ
തലമുറയിലെ പെട്ട വിദ്യാർത്ഥികളും തമ്മിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ ഒരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. പിന്നെ കാലത്തിൻ്റെ മാറ്റം, ഭൗതിക സാഹചര്യങ്ങളിലെ മാറ്റം, അതിൻ്റെയൊക്കെ സ്വാധീനം കൊണ്ട് സാഹചര്യം മാറുന്നു എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഈ ഗുരുശിഷ്യ ബന്ധങ്ങളിൽ കാതലായ മാറ്റം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് അധ്യാപനം തുടങ്ങുന്ന കുറ്റിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഞാൻ ഈ 10ാം ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ എന്നേക്കാൾ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അന്ന് അവിടെ പഠിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു ഗുരുശിഷ്യ ബന്ധമാണ് നിലനിന്നതെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇന്നും ഗുരുശിഷ്യ ബന്ധം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഇപ്പോൾ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ ഞാൻ വരുന്ന കാലഘട്ടത്തിൽ കുട്ടികളുടെ ആ ഒരു നിലവാരവും, അന്ന് ഈ ഷിഫ്റ്റ് സമ്പ്രദായത്തിലാണ് സ്കൂള് പ്രവർത്തിച്ചിരുന്നത്. രാവിലെ 8 മണി മുതൽ 12:30 വരെ ഒരു വിഭാഗം കുട്ടികളും അധ്യാപകരും, 1 മണി മുതൽ 5 മണി വരെ രണ്ടാമതൊരു വിഭാഗം അധ്യാപകരും കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ വരുന്ന ആ കുട്ടികളുടെയൊക്കെ ഒരു എന്താണ് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമായിരുന്നു. കുട്ടികൾക്ക് ഈ സ്കൂളിൽ വന്ന് പഠിക്കാൻ വരുന്നത് കൂടാതെ വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ പുറമെ മറ്റു പല ജോലികളിലും ഏർപ്പെട്ടുകൊണ്ടാണ് അവർ ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. എന്നാൽ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സാഹചര്യത്തിലല്ല രക്ഷിതാക്കളൊക്കെയും കുട്ടികളെ നല്ല നിലയിൽ പഠിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നിർത്തിക്കൊണ്ടും ആണ് ഇന്ന് സ്കൂളിലേക്ക് അയക്കുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പഠനത്തെ സംബന്ധിച്ച് ഇന്ന് കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു. അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള രക്ഷിതാക്കളുടെ ഇടപെടലുകൾ വളരെ കുറവായിരുന്നു. ഇത്തരത്തിലുള്ള ആ വ്യത്യാസം മാത്രമാണ് ഞാൻ കാണുന്നത്. ഞാനിപ്പോൾ NSS സ്കൂളിൽ ജോലി ചെയ്യാൻ എത്തുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ നല്ല ഒരു ഭാഗവും എൻ്റെ വിദ്യാർത്ഥികളായിരുന്നവരാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. അപ്പോൾ ഈ രക്ഷിതാക്കൾ ഉണ്ടാകുന്ന ആ മനോഭാവം, ആ കുട്ടികളൊക്കെ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന ആ രീതിയിൽ നിന്നും എത്രയോ വ്യത്യസ്തമായി അവർ ചിന്തിക്കുകയും അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനും ഉത്സാഹം കാണിച്ചു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അല്ലാതെ ഈ ബന്ധങ്ങളിൽ കാര്യമായ ഒരു മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. എല്ലാ രക്ഷിതാക്കൾക്കും കുട്ടികളെ നല്ല ഉന്നത നിലവാരത്തിൽ വിദ്യാഭ്യാസം നേടിക്കൊടുക്കണം, അവർ ജീവിതത്തിൽ ഉന്നത വിജയം കൈവരിക്കണം എന്നുള്ള ആഗ്രഹവുമാണ് ഇന്നത്തെ രക്ഷിതാക്കൾക്കുള്ളത്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. കാരണം അത് കാലത്തിൻ്റെ മാറ്റമാണ്. ജീവിത സാഹചര്യങ്ങളിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതിൻ്റെ വ്യത്യാസമാണ്. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഞാൻ അതിൽ കാണുന്നത്. ജൂലൈ മാസം 27 നടക്കാനിരിക്കുന്ന മഹത്തായ കൂടിച്ചേരലിനെ എനിക്കും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്, പങ്കെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമായി എത്ര പേർ പങ്കെടുക്കുമെന്നും അറിയില്ല. വളരെ ചെറിയൊരു ശതമാനം മാത്രമായിരിക്കും എത്തിച്ചേരുക. എത്തിച്ചേരുന്നവരുമായി നേരിട്ട് ഇടപഴകാനുള്ള അവസരം ഉണ്ടാകുമെന്നും കരുതുന്നു.
പങ്കെടുക്കാൻ കഴിയാത്ത കാരണം ഓരോരുത്തരും പല ജോലി സംബന്ധമായിട്ടും ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ പല അസൗകര്യങ്ങൾ കാരണം വരാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ വരാത്തവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എല്ലാവർക്കും എൻ്റെ എല്ലാവിധ നന്മകളും ആശീർവാദങ്ങളും നേരുന്നു. എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. സുഖത്തിൽ അധികം സന്തോഷിക്കുകയോ ദുഃഖത്തിൽ അധികം വേദനിക്കുകയോ ചെയ്യേണ്ടതില്ല. ഓരോരുത്തരും അവരവരെ നയിക്കുന്നത് തന്നിലുള്ള ഈശ്വരനാണെന്നുള്ള ആ ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് അല്പം കൂടി ചില കാര്യങ്ങൾ എല്ലാവരോടുമായി പറയാനുണ്ട്. കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ ഉരുവിട്ട് കൊടുക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് മുമ്പിൽ എങ്ങനെ അനുഭവ പാഠങ്ങളാക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂൾ ലബോറട്ടറി മറ്റു ഭൗതിക സാഹചര്യങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് പല വിധത്തിലുമുള്ള പഠനോപകരണങ്ങൾ നിർമ്മിച്ച് പ്രവർത്തിപ്പിക്കുന്ന രീതി അവലംബിച്ചിരുന്നു. അതൊക്കെ പിന്നീട് നടത്തിയിരുന്ന അധ്യാപന പരിശീലനത്തിലും വളരെയധികം പ്രയോജനപ്പെടുത്തിയിരുന്നു. ഞാൻ അത് സൂചിപ്പിക്കുമ്പോൾ ഞാൻ ഏതാണ്ട് 2000 മുതൽ ഫിസിക്സ് അധ്യാപകർക്കുള്ള റിസോഴ്സ് പേഴ്സണായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അന്നൊക്കെ ആ പുതുതായിട്ട് വരുന്ന അധ്യാപകർക്കും എൻ്റെ ഒരു രീതി പകർന്നു കൊടുക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഈ പ്രായോഗിക ഇലക്ട്രോണിക്സിൽ ഞാൻ ഫിസിക്സ് സബ്സിഡിയറി ആയിട്ട് പഠിക്കുമ്പോൾ മോഡേൺ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടെല്ലാം കൂടെ ഒരൊറ്റ ചാപ്റ്റർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് കാര്യമായിട്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പ്രായോഗിക ഇലക്ട്രോണിക്സിൽ ഞാൻ ആകർഷനാകുകയും അങ്ങനെ ഈ ക്ലാസ് റൂമുകളിൽ ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റുകൾ ഉണ്ടാക്കി അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ക്ലാസ് മുറികളിൽ കുട്ടികളിലുള്ള ആ വിരസത ഒഴിവാക്കാൻ അത് ഒരു പരിധി വരെ സഹായിക്കുകയും പിന്നീട് എനിക്ക് ചിരട്ട ഒരു മാധ്യമമായി മാറുകയായിരുന്നു. അങ്ങനെ ചിരട്ടയിൽ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റിൽ വരുന്ന ആ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ശബ്ദത്തിന് അനുയോജ്യമായ ശില്പങ്ങളുണ്ടാക്കി അതുമായിട്ട് ചേർത്തുകൊണ്ട് കൂടുതൽ ആകർഷകമാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കലയുടെയും ശാസ്ത്രത്തിൻ്റെയും സമന്വയമായിട്ട് ഇത് വളർന്നു വരികയും അങ്ങനെ ഇലക്ട്രോണിക്സ് എന്ന പേരിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് സാധിക്കുകയും പല സ്കൂളുകളിലെ പ്രദർശനങ്ങളിലും മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രദർശനങ്ങളിലും ഒക്കെ അവ പ്രദർശിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമുള്ള അവസരവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഇത് നിർമ്മിക്കും തോറും കൂടുതൽ നൂതനമായ ആശയങ്ങൾ രൂപപ്പെടുകയും അങ്ങനെ പുതിയ ഉൽപ്പന്നങ്ങളായിട്ട് അവയെ മാറ്റാനും സാധിച്ചിട്ടുണ്ട്. പിന്നീട് അത് ഒരു കലാരൂപം എന്ന നിലയിൽ വീടിൽ
അലങ്കാര വസ്തുക്കളായിട്ടുള്ള പലതും നിർമ്മിക്കുവാനും എന്തിന് ആഭരണങ്ങൾ വരെ ചിരട്ട ഉപയോഗിച്ച് നിർമ്മിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ കുട്ടികളിലും ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് കുട്ടികളുടെ സാങ്കേതിക വിദ്യ എന്ന പേരിൽ ഞാൻ 2 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒന്ന് വിദ്യയും വിനോദവും, രണ്ടാമത് LED വിനോദങ്ങൾ. അതുകൂടാതെ മറ്റൊരു പുസ്തകം എന്താണ്, വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തനവും പ്രിപ്പയറിങ്, വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തനവും പ്രിപ്പയറിങ്ങും എന്ന ഒരു പുസ്തകവും. അങ്ങനെ 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്കൂളിൽ കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഈ പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ളത്. അത് കൂടുതൽ ചെയ്യണം എന്നാഗ്രഹമുണ്ടായിരുന്നെങ്കിലും എനിക്ക് ഹെഡ് മാസ്റ്റർ ആയതിനു ശേഷം മറ്റ് കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ കിട്ടിയിരുന്നില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് കുറച്ചു കാലം ആ രംഗത്തുള്ള പ്രവർത്തനം മന്ദീഭവിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും ഇന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമായി തീരുവാനും ഈ കേരള കോ-കണക്ഷൻ ആർട്ടിസാൻ സൊസൈറ്റി കേരള കോ-കണക്ഷൻ ആർട്ടിസാൻസ് അസോസിയേഷൻ എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്ത് അതിൻ്റെ പ്രസിഡൻ്റായും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രായമേറി വരുന്നത് കൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഞാനുള്ളത്. ഏതായാലും എൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പ്രവർത്തനങ്ങൾ ഒന്ന് ക്രോഡീകരിക്കുവാനും അതിനെ പരിചയപ്പെടുത്താനും NSS ഹൈസ്കൂളിലും എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. ഏതായാലും NSS സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകർ, വിദ്യാർത്ഥിനികൾ, പൂർവ്വ വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ശ്യാമളാദേവി PS. എൻ്റെ മക്കൾ 2 പേര് NSSൽ പഠിച്ചവരാണ്. 1996-98 തിരുത്തണം. SLC കഴിഞ്ഞ് പോന്നു. അവരുടെ വിജയത്തിൻ്റെ ചവിട്ടുപടികളിൽ അവരെ സഹായിച്ച, നിരന്തരം അവർക്ക് കൂട്ടുനിന്ന എല്ലാ അധ്യാപകർക്കും, അവരോടൊപ്പം തന്നെ സഹായിച്ചു തന്ന എല്ലാ സഹപാഠികൾക്കും, ഒരമ്മ എന്ന നിലയിലും ഒരു ടീച്ചർ എന്ന നിലയിലും എല്ലാവർക്കും നല്ല ആരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. എൻ്റെ സർവീസ് ഞാൻ മലപ്പുറം ജില്ലയിൽ പല സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ തുടക്കം വള്ളിക്കാപ്പറ്റ AMLP സ്കൂളിൽ 3 കൊല്ലം, AMLPയിൽ 3 കൊല്ലം. അത് കഴിഞ്ഞിട്ട് തുടർന്ന് എനിക്ക് PSC കിട്ടിയത് തിരൂർ ബോയ്സിലാണ്. തിരൂർ ബോയ്സ്, കാരക്കുന്ന്, കാവന്നൂർ, അങ്ങനെ ഗേൾസ്, ബോയ്സിൽ ബോയ്സിൽ നിന്ന് കൊണ്ടോട്ടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പളായിട്ട് പോയി. അവിടുന്ന് തിരിച്ച് മഞ്ചേരി ബോയ്സിൽ വന്ന് 2009 റിട്ടയർ ചെയ്തു. എൻ്റെ വീട് കോട്ടയം ജില്ലയിലാണ്, ഏറ്റുമാനൂരടുത്താണ്. ഞാൻ പഠിച്ച കോളേജ് കുറവലങ്ങാട് ദേവമാതാ കോളേജാണ്. എൻ്റെ വിഷയം ഇംഗ്ലീഷാണ്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ അടിത്തറയാണ് ഒരു വ്യക്തിയെ ഏതെങ്കിലും ഉന്നത തലങ്ങളിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ എത്തിക്കുക എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിന്
NSS സ്കൂളിൽ കുറേ അധ്യാപകർ, ഞാൻ പേരൊന്നും ഓർക്കണില്ല. എൻ്റെ മോളെ ഒരു മലയാളം പഠിപ്പിച്ച ടീച്ചറുണ്ട്, ആലപ്പുഴയുള്ളതാണ്. ആ ടീച്ചർ എന്നും പറയും എൻ്റെ മോളും ആ ടീച്ചറും തമ്മിൽ പൂർവ്വജന്മ ബന്ധമുണ്ട് എന്ന് പറയും. അപ്പോൾ ആ ടീച്ചർക്ക് അത്രയും എൻ്റെ മോളോട് ഇഷ്ടമായിരുന്നു. മാത്രമല്ല അതുപോലെ കണക്കിന് പാലായിൽ നിന്ന് 2 ട്വിൻസ് ടീച്ചർമാരുണ്ടായിരുന്നു, കലാലത. ആ 2 ടീച്ചർമാർ കണക്ക് എൻ്റെ മോക്ക് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ചെന്നാൽ നിരന്തരം ഇരുത്തി പഠിപ്പിച്ചു കൊടുത്ത് ആ കണക്കിൻ്റെ അടിത്തറയിലൂടെ പോയിട്ട് SLCക്കും അതുപോലെ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒക്കെ കണക്കെടുത്തിട്ട് കണക്കിന് കോളേജിൽ ഫസ്റ്റ്, സ്കൂളിൽ ആ ഗ്രൂപ്പിന് ഫസ്റ്റ്, അങ്ങനെ ഉയർന്ന നിലയിലെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോഴും നല്ല ഓർമ്മയോട് അവരെ സ്മരിക്കുകയാണ്. ആ അധ്യാപികമാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ പരിചയപ്പെടാൻ പറ്റുമെങ്കിലും ഒന്ന് വിളിക്കുക. അവരെ വിളിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവരെ അതുപോലെ മലയാളം പഠിപ്പിച്ച സദാശിവം മാഷുണ്ട്. സദാശിവം മാഷയുടെ മലയാളം എന്ന് പറഞ്ഞ ഹിന്ദി അത് അല്ല, അതിനകത്ത് ഇടയ്ക്ക് മലയാളവും പഠിപ്പിച്ചു. ഹിന്ദിയാണ് മാഷ് വിഷയമെങ്കിലും എൻ്റെ മോനെ സെക്കൻഡ് ലാംഗ്വേജ് ഒരു മലയാളത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹരികഥയുടെ രീതിയിൽ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഏത് പഠിപ്പിക്കുന്നു അതിലേക്ക് ഉന്നത പഠനം നടത്തുന്ന ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു എൻ്റെ മോൻ. MTechനും അതുപോലെ നല്ല ബിരുദം കിട്ടി, നല്ല പ്ലേസ്മെൻറ്റ് കിട്ടി. മോൾക്ക് MTech എടുക്കാൻ കഴിയാതെ പോയത് മോള് BTechന് പഠിക്കുമ്പോൾ എൻ്റെ 4 സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഇൻഫോസിസ് സെലക്ട് ചെയ്തു. ആ ഇൻഫോസിസ് സെലക്ഷൻ ചെയ്താൽ അതിനുള്ള ഒരു ഊർജം കിട്ടിയത് ഞാൻ ഇപ്പോഴും പറയുന്നു. ആ ടീച്ചേഴ്സ് പഠിപ്പിച്ച കണക്ക്, അതായത് ഈ പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടുന്ന കുട്ടികൾക്ക് അവർ നോക്കുക, കുട്ടികൾ 10ാം ക്ലാസ്സിലും പ്രീ ഡിഗ്രിക്കും കിട്ടുന്ന മാർക്കുകളാണ്. ആ മാർക്കും പിന്നെ ഒരു 70% മാർക്ക് കൂടെ ഉണ്ടെങ്കിൽ പ്ലേസ്മെൻറ്റ് കൊടുത്ത് കുട്ടികളെ അവർ സെലക്ട് ചെയ്യും. അപ്പോൾ ആ അടിത്തറ പാകി തന്ന NSS ഹൈസ്കൂളിൽ എൻ്റെ മക്കളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി. ഒരു പരാതികളും ഉണ്ടായിട്ടില്ല. NSS സ്കൂളിൽ നിന്ന് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പരാതി പോലും ആരെക്കുറിച്ചോ കൂട്ടുകാരെക്കുറിച്ചോ അധ്യാപകരെക്കുറിച്ചോ ഇവിടെ വന്ന് സംസാരിച്ചിട്ടില്ല. അതൊക്കെ ആ വിദ്യാലയത്തിൻ്റെ ഒരു നല്ല വശമായിട്ട് ഞാൻ കാണുന്നുണ്ട്. എല്ലാവിധ നന്മകളും എല്ലാവർക്കും നേരുന്നു. വർഷം മറ്റേ അങ്ങാടിപ്പുറത്ത് താമസിക്കുന്ന സതീഷ് എനിക്ക് സതീഷ് മാസ്റ്ററോട് പറയാനുള്ള പ്രത്യേക കാര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാഷാണ് സതീഷ് മാഷ്. വളരെ സൗമ്യനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സത്യസന്ധമായിട്ടും കൃത്യമായിട്ടും ചെയ്യുന്ന ഒരു അധ്യാപകൻ. പിന്നെ അങ്ങാടിപ്പുറത്ത് സുഖമായിട്ട് താമസിക്കുന്ന അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ മക്കളെ നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് മാഷക്ക് എൻ്റെ ആരോഗ്യ സൗഖ്യം നേരുകയാണ്. പ്രത്യേകിച്ച് ആരും പേര് ഇപ്പം അങ്ങോട്ട് പെട്ടെന്ന് ഓർത്ത് കിട്ടാത്തത് കൊണ്ടാണ്. വിജയലക്ഷ്മി ടീച്ചർ, അത് പറയാതെ പോയാൽ പറ്റില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. വിജയലക്ഷ്മി ടീച്ചർ കഴിഞ്ഞ 2-3 മാസം മുമ്പ് മറ്റോ കണ്ടിരുന്നു. മോൻ വരുമ്പം മോനെ കൂട്ടിയാൻ ടീച്ചർ വീട്ടിൽ വരാമെന്നൊക്കെ ടീച്ചർ എവിടെ കണ്ടാലും ടീച്ചർ ഓടി വന്ന് എന്നോട് സംസാരിക്കാറുള്ളത്. കെമിസ്ട്രി പഠിപ്പിച്ചതാണ്. എൻ്റെ മക്കളെ 2 പേരെയും ടീച്ചർക്ക് ആരോഗ്യ സൗഖ്യം നേരും. എന്നെ ഇപ്പോൾ കാണുന്നവരാ മഞ്ചേരി NSS സ്കൂളിൽ തുടക്കം മുതൽ 2015 വരെയുള്ള ഈ കുട്ടികളുടെ കൂട്ടായ്മ, ആ കൂട്ടായ്മ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ അവർക്ക് അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. വെൽക്കം. ഗഗനം നീ, ഭുവനം നീ, ശിശിരം നീ, ധരണി തൻ ഇരിവിയിൽ തണല് നീ. ഉദയം നീ, ഉൽക്ക നീ, സർവം നീ. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. എങ്ങനെ? നിലവിളക്കൊക്കെ ഒന്ന്
ഒന്നുകൂടി. ആ ശരി, തപ്പ പൊട്ടിയൊക്കെ ഇടും. ആ നന്നായി. ഇതിപ്പോ നേരിട്ട് കൊടുത്തിരിക്കുകയാണ്. ആ ഇത് ഈ ടാപ്പ് സ്വിച്ച് വഴി കൊടുക്കുകയാണെങ്കിൽ കൈ കൊട്ടുമ്പോൾ ആ ആ ശരി. ആ ഞാൻ ആദ്യം വർക്ക് ചെയ്ത് നോക്കട്ടെ. ക്ലാപ്പാണോ? ക്ലാസ് പൊട്ട്, കണ്ണ്, പല്ല് ഒക്കെ LED ആണ്. എന്താ കൂടെ പൊഴുന്നോ? അത് ക്ലോക്കാണ്. ആ സമയം സെറ്റ് ചെയ്ത് വെച്ച് സെറ്റ് ചെയ്ത് വരും. എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് ഒരു ക്ലോക്ക്, ക്ലോക്ക്, ഡിജിറ്റൽ ക്ലോക്ക്. ഡിജിറ്റൽ ക്ലോക്ക്. ഹോംവർക്കിൻ്റെ പ്രിൻസിപ്പൽ പഠിപ്പിക്കാനുള്ള ഒരു ഡിവൈസാണ്. ഇവിടെ ഈ പ്രൈമറിയിൽ നിന്നും ഇവിടെ സെക്കൻഡറിയിലേക്ക് വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത്, അതായത് കണക്ഷൻ ഇല്ലാതെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എങ്ങനെ നടക്കുന്നു എന്നാണ് അത് വിശദമാണ്. ഇപ്പൊ കണക്ഷൻ ഉണ്ടോ? ഇതിലേക്ക് കണക്ഷൻ ഒന്നുമില്ല. ഇതിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുകയാണ്. സാമീപ്യം കൊണ്ട് തന്നെ വരും, അത് ഈ വെക്കണമെന്നില്ല. അതെയോ? ടച്ച് ചെയ്യുന്നില്ല അല്ലേ? ടച്ച് ചെയ്താൽ കൂടുതൽ, ടച്ച് ചെയ്യാതെയും വരും. അടുത്ത് വന്നാൽ മതി. അത് ശരി. കുറഞ്ഞ പ്രകാശം മതിയാണ് ഇങ്ങനെ വയ്ക്കുക. ആവശ്യമനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. പഴയ റാന്തലിൻ്റെ മാതിരി റേഡിയോ തിരിക്കണ പോലെ അങ്ങനെ. അതെ. ഈ തിരിക്കാനുള്ള നോബുകളെന്ന് പറഞ്ഞാൽ അതൊക്കെ ചിരട്ടയാണ്. എത്ര വേണമെങ്കിൽ കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. അതൊരു മാക്സിമം വരും. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോണിക് സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ പേരൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി. ഇതെന്താ പ്രത്യേകത? ഇത് ഒരു ഉടലിൽ 3 തല. അതായത് കോഴി, പൂച്ച, കഴുത. महासरस्वत्यै नमः।